ഫ്ലാഷ് ബാക്ക്. കൂടെ ഉള്ളത് രോഹിതും രശ്മി. നമസ്കാരം. ഓക്കെ, ഹായ്. ഓക്കെ, ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുവാണ് കേട്ടോ. എന്ത് പ്രഹസനമാണ് സജി. ഓക്കെ. എനിക്ക് കൊറോണയൊന്നുമില്ല. ഇല്ല, ഇത് അതല്ല, ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. എന്താ വെച്ചാല് പെട്ടെന്ന് നമ്മള് അങ്ങനെ ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് എന്തോ ഒരു ഫീൽ അടിക്കും. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബേസിക് ഹൈജീന്റെ ഭാഗമായിട്ട് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ, വിഷയമില്ല, അപ്പൊ പ്രശ്നം തീർന്നു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്റൈസർ. കാരണം പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഞാനും സാനിറ്റൈസ് ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഇതോ എനിക്കെല്ലാം മനസ്സിലായെന്ന്. എന്ത്? ഇതെല്ലാം തരികിടയാണെന്ന്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എടുക്കൂല. അതെന്താ നാക്കെടുത്താ ഞാൻ നുണയെ പറയും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.